ബോർഡ് ഉണ്ടാക്കിയ ബോർഡർ, അങ്ങനെ റിക്കി മറ്റേ അലൻ ബോർഡർ അല്ല, അങ്ങനെ ഓരോന്നിനും ഓരോ അലൻ ബോർഡർ ക്രിക്കറ്റ് പ്ലെയർ, ഓരോത്തിനും ഓരോ ഉണ്ടാക്കാം. ഇടി ഉണ്ടാക്കുന്ന ഇടിയർ, പിന്നെ മിന്നൽ ഉണ്ടാക്കുന്ന മിന്നലർ, ഇങ്ങനെ ഓരോന്നിനും ഉണ്ടാക്കുക. അപ്പോ എന്നിട്ട് ടീച്ചർ ചോദിക്കുന്നു ഇതേ കണക്ക്, അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം എത്ര വലുതാണെന്ന് നമുക്കറിയില്ല, അതാണ് ഇതാണ് മാടകോണം, ഇത് ആരെങ്കിലും ഉണ്ടാക്കണ്ടേ? കുട്ടികളെല്ലാം പറയും ഉണ്ടാക്കണം ടീച്ചർ, ഇത് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ ടീച്ചർ പറയാം, എൻ്റെ പൊന്നു കുട്ടികളെ, നിങ്ങൾ പല ജാതി മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരായിരിക്കും, പക്ഷെ ഇത് ഉണ്ടാക്കണം ഒരാൾ വേണമെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ നമുക്കറിയില്ല ഇത് ആരാണെന്ന് അറിയില്ല, പലരും പല പേരിലൊക്കെ വിളിക്കും. അപ്പം ആ ഉണ്ടാക്കറെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് എൻ്റെ ഒരു പ്രഭാഷണമുണ്ട്, ഇത് അൾട്ടിമേറ്റ് ഉണ്ടാക്കർ എന്ന് പറഞ്ഞൊരു പ്രഭാഷണമുണ്ട്, അതൊന്ന് കണ്ടു. അപ്പം അത് ചുരുക്കി സാറിന് ഇവിടെ അതെ തന്നെ, അതായത് ദൈവം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഉണ്ടാക്കറാണ്. ഇപ്പൊ താങ്കൾ ക്യാമറ ഉണ്ടാക്കാൻ ആൾ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോഴേ ഞാൻ പാസ് ചെയ്ത് വിട്ടു. അപ്പൊ നിങ്ങൾ വിചാരിച്ചേ ഇത്രയും പെട്ടെന്ന് വിട്ടു തന്നു. ക്യാമറ ഉണ്ടാക്കുന്ന ക്യാമറയുടെ ഓരോ വസ്തുക്കളും, ഓരോ ദ്രവ്യവും, എവരി ആറ്റം, ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, ഇത് പല ഘട്ടത്തിൽ പല ആൾക്കാർ പല കമ്പനികൾ ചേർന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് ജോഡി ചെയ്ത് വെച്ചു. ദിസ് ഈസ് സിംപ്ലി പ്രൊഡക്ഷൻ ഓർ അസംബ്ലേജ് എന്ന് പറയാം. ഇതിനകത്ത് പുതുതായിട്ടൊരു കാര്യം ഉണ്ടാകുന്നില്ല, ഇവിടെ ഉള്ള കാര്യങ്ങളുടെ രൂപഭാവ ഭേദ പരിണാമങ്ങൾ മാത്രമാണ്. ആ പരിണാമങ്ങളൊക്കെ സൃഷ്ടിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഒരു കാർ ഉണ്ടാക്കുന്നു, ഈ ഇരിക്കുന്ന ക്യാമറ ഉണ്ടായി വരുന്നല്ലോ സാർ, ഒരാൾ ഉണ്ടാക്കുന്നതല്ലേ കാർ ഉണ്ടാക്കുന്നത്. ഒരു കാർ ആരുണ്ടാക്കുന്നത്? കാറ് എന്താ പല കമ്പനികളായിരിക്കും ഉണ്ടാക്കുന്നത്, പലയിടത്തുനിന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഒരുമിച്ച് ചേർത്താണ് ഉണ്ടാക്കുന്നത്. പല കമ്പനികളിൽ നിന്ന് പല സാധനങ്ങൾ കൊണ്ട് പല തലങ്ങളിൽ ചെയ്ത് അവസാനം എണ്ണ പെട്രോൾ പമ്പിൽ ചെന്ന് എണ്ണയും വാങ്ങിച്ചടിച്ചിട്ട് ഇതും ചെയ്ത് വണ്ടി ഓടിച്ചു പോകുന്നത്. സോ ദിസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് റീസൺസ്, കോസസ്, ഫാക്ടേഴ്സ്, എലമെന്റ്സ്. ദിസ് ഈസ് സംതിങ് ലൈക്ക് ആൻ അസംബ്ലി. ഇപ്പൊ നമ്മുടെ ജീവൻ, ബോധം എന്ന് പറയുന്ന സാധനത്താണ്, ഇതൊരു അസംബ്ലിയാണ് ആക്ച്വലി. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ സിംഗിൾ യൂണിറ്റ്, ബട്ട് സ്റ്റിൽ ഇതെല്ലാം ഘടിപ്പിച്ച് ഇതേ കണക്ക് പോകുന്നുണ്ട്. അപ്പൊ കാറിന്റെ തന്നെ ഒരു വീൽ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേത് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് പോകും. അപ്പം അതിന്റെ ഒരു പ്രകടനത്തിൽ ഒരു കുറവ് വരികയാണ് അല്ലേ? നമ്മുടെ ഇത് തന്നെ ഇതുപോലെ തന്നെ തലക്കൊരു അടി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ വരുന്നു, നമുക്ക് പിന്നെ ബോധമില്ല, പിന്നെ കുറെ കഴിഞ്ഞാണ് ബോധം ഉള്ളവർക്ക് തിരിച്ചു കിട്ടുന്നത്. സോ ഇല്ലാത്തവർക്ക് കിട്ടത്തുമില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ നിങ്ങൾ ഈ പറയുന്ന സൃഷ്ടി എന്ന് പറയുന്ന ഉദാഹരണമല്ല. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം പ്രൊഡക്ഷനോ അസംബ്ലിയാണ്. അപ്പൊ സൃഷ്ടി എന്ന് പറയുന്ന സംഗതി തന്നെ അസാധ്യമാണ്, ഒന്നുമില്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു കറുത്ത മുറിയിൽ നിന്നൊരു കൂരിരുട്ടിൽ നിന്നൊരു കറുത്ത പൂച്ചയെ എനിക്ക് കിട്ടിയെന്ന് ഒരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കൂരിരുട്ടായിരുന്നു, അയാൾക്ക് കാണാൻ കഴിയില്ലായിരുന്നു, കറുത്ത പൂച്ച അവിടെ ഉണ്ടായിരുന്നു, അയാൾ ഇങ്ങനെ തപ്പിയെടുത്തു. ഇല്ലാത്ത പൂച്ചയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോ സൃഷ്ടി, ക്രിയേഷൻ എന്ന് പറയുന്ന സാധ്യം ടോട്ടലി ഇമ്പോസിബിൾ ആണ്. ഓൺലി പ്രൊഡക്ഷൻ ആൻഡ് അസംബ്ലി.